നമസ്കാരം. ടോപ്പ് 10ലേക്ക് സ്വാഗതം. ഡോക്ടർ ഹാരിസ് ആണ് ശരിയെന്നത് ഊട്ടിയുറപ്പിക്കുന്ന റിപ്പോർട്ടാണ് വിദഗ്ധ സമിതിയുടേത്. ഒരടി പിന്നോട്ടില്ലാതെ പറഞ്ഞതിൽ ഹാരിസ് ഉറച്ചു നിൽക്കുന്നു. ഉപകരണക്ഷാമം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. കത്തുകൊടുക്കാൻ ഓഫീസിൽ പ്രിന്റിംഗ് മെഷീൻ പോലുമില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ എല്ലാം ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞതാണ്. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണ്. പക്ഷേ സിസ്റ്റം മാത്രം ശരിയല്ല. വാദിയെ പ്രതിയാക്കുന്നത് ആര്? മഴയടക്കമുള്ള സമഗ്രമായ വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ ശരിവെച്ച് വിദഗ്ധ സമിതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലാത്തതിനാൽ മുടങ്ങിയത് 2 ശസ്ത്രക്രിയകൾ. ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടും ഓർഡർ നൽകിയത് 3 മാസം കഴിഞ്ഞ്. ഉപകരണങ്ങൾ പിരിവിട്ട് വാങ്ങിയെന്ന് രോഗികൾ സമിതിയോട് വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ട്. ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം നാളെ കേൾക്കും. ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. സിനിമാ കോൺക്ലേവ് സമാപന ചടങ്ങിൽ വിവാദ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സിനിമ എടുക്കാൻ വരുന്നവർക്ക് സഹായധനം നൽകുന്നതിന് മുൻപ് മികച്ച പരിശീലനം നൽകണം. സ്ത്രീയാണെന്ന് കരുതി മാത്രം ചലച്ചിത്ര കോർപ്പറേഷൻ പണം നൽകരുതെന്നും അടൂർ. പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പണം നൽകിയത് കഴിവുള്ളവർക്കെന്നും നല്ല സിനിമകൾക്ക് ഗ്രാന്റ് നൽകുന്നത് തുടരുമെന്നും മന്ത്രി സജി ചെറിയാൻ. ബിസി നിയമനത്തിൽ സമവായം വേണമെന്ന് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രിമാരായ പി രാജീവും ഡോക്ടർ ആർ ബിന്ദുവും. താൽക്കാലിക ബിസിമാരുടെ പുനർനിയമനം സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമെന്ന് രാജ്ഭവൻ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ സർക്കുലർ ഇറക്കി രജിസ്ട്രാർ മിനി കാപ്പൻ. ഭരണകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നിർദ്ദേശം. തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു. സംസ്ഥാനത്ത് 5 ദിവസം തീവ്രമഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർ ദുരിതത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങളില്ല. ജോലി സമ്മർദ്ദവും വലയ്ക്കുന്നു. ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളുമില്ല. 65,000-ഓളം വരുന്ന ജീവനക്കാർ സമരത്തിലേക്ക്. ടോപ്പ് 10 സ്പെഷ്യൽ. ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ സഖ്യം. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് വെള്ളിയാഴ്ച പ്രതിഷേധ മാർച്ച്. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ബീഹാറിൽ നിന്നുമുള്ള 6.5 ലക്ഷം പേർ. പ്രതിഷേധവുമായി DMK. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ കേന്ദ്രത്തിന് നന്ദി പറഞ്ഞ ബിഷപ്പ് മാർ പാംപ്ലാനിയെ തള്ളി ഇരിങ്ങാലക്കുട രൂപത. സഭയുടെ നിലപാടല്ലെന്ന് ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ. NIA കേസ് റദ്ദാക്കാൻ കത്തോലിക്ക സഭ കോടതിയിലേക്ക്. ഇന്നും പ്രതിഷേധം. ഓവൽ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് വിജയത്തിലേക്ക്. ജോ റൂട്ടിനും ഹാരി ബ്രൂക്കിനും സെഞ്ചുറി. ഇന്ത്യക്ക് പരമ്പര നഷ്ടമാകും. റഷ്യയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം. എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തം. വിമാന സർവീസുകൾ റദ്ദാക്കി. കണ്ണൂരിന്റെ ജനകീയ ഡോക്ടർക്ക് വിട. വാർത്തകൾ സമഗ്രമായി വിശദമായി നോക്കാം. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഹിയറിംഗിന് നാളെ വിളിപ്പിക്കും. വകുപ്പ് തല അന്വേഷണങ്ങളുടെ ഭാഗമായാണ് ഹിയറിംഗ്. കാരണം കാണിക്കൽ നോട്ടീസിനും ഹാരിസ് ചിറക്കൽ മറുപടി നൽകും. ഡോക്ടർ ഹാരിസിന്റെ ആക്ഷേപങ്ങളെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായെന്ന ആരോപണം മന്ത്രി വീണ ജോർജ് ഉന്നയിച്ചത്. ഉപകരണങ്ങൾ കാണാതായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ വകുപ്പുതല അന്വേഷണ ചുമതല മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിശ്വനാഥിനാണ്. DMEയുടെ നേതൃത്വത്തിൽ ഉപകരണം കാണാതായതും കേടുവരുത്തിയതും അടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുക. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹിയറിംഗിനെത്തും. ഒപ്പം കാരണം കാണിക്കൽ നോട്ടീസിനും മറുപടി നൽകും. അതേസമയം ഡോക്ടർ ഹാരിസിന്റെ
ആക്ഷേപങ്ങളെല്ലാം പൂർണ്ണമായും ശരിവെക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. ഉപകരണമില്ലാത്തതിനാൽ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേരുടെ ശസ്ത്രക്രിയകൾ മുടങ്ങി. ഉപകരണങ്ങൾ പിരിവിട്ട് വാങ്ങുന്നുവെന്ന് രോഗികൾ സമിതിയോട് വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. ശസ്ത്രക്രിയാ ഉപകരണമായ പ്രോബ് പൊട്ടിപ്പോയതിനാൽ 2 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർ ഹാരിസിന് നൽകിയ മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രോബ് ഉണ്ടായിരുന്നതായും അതുപയോഗിച്ച് അടുത്ത ദിവസം ശസ്ത്രക്രിയ നടത്തിയതായും കുറ്റം ആരോപിക്കുന്നുണ്ട്. എന്നാൽ തന്റെ വില കുറഞ്ഞ സ്വന്തം ഉപകരണമാണ് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഡോക്ടർ സാജു മൊഴി നൽകിയതായി വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളിൽ നിന്നും പണം പിരിച്ച് ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി അവസാനിപ്പിക്കണം, സൂപ്രണ്ടിന്റെ സാമ്പത്തിക അധികാരങ്ങൾ വർദ്ധിപ്പിക്കണം തുടങ്ങി നിരവധി ശുപാർശകളും വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചു. ഡോക്ടർ ഹാരിസിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിലും പരസ്യപ്രതികരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. ഫിലിം പോളിസി കോൺക്ലേവിന്റെ അഭിപ്രായങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് പൊതുജനാഭിപ്രായത്തോടെ 2 മാസത്തിനകം പുതിയ സിനിമാ നയത്തിന് രൂപം നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സിനിമാ നിർമ്മാണത്തിൽ പരിശീലനം നൽകണമെന്നും സർക്കാർ നൽകുന്ന സിനിമാ നിർമ്മാണ സഹായധനം കൂടുതലാണെന്നുമുള്ള ഉദ്ഘാടകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തെ അഭിപ്രായമായി മാത്രം കണ്ടാൽ മതിയെന്നും വിവാദമാക്കേണ്ടതില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. 2 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ നിർമ്മാണത്തിന് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകുന്ന സർക്കാർ ധനസഹായത്തെ വിമർശിച്ചത്. ഇവർക്ക് ആവശ്യമായ പരിശീലനം നൽകി വേണം സിനിമാ നിർമ്മാണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ്. പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ അവർക്ക് ഒരു 3 മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കുക. എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവർ മനസ്സിലാക്കിക്കണം. എന്നാൽ പട്ടികജാതി പട്ടികവർഗ കലാകാരന്മാർ സിനിമയുടെ മുഖ്യധാരയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ലെന്നും സിനിമയുടെ കലാമൂല്യം പരിശോധിച്ചാണ് ധനസഹായം നൽകുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ വേദിയിൽ വെച്ച് തന്നെ മറുപടി നൽകി. നല്ല സിനിമകൾക്ക് കലാകാരന്മാർക്ക് ആവശ്യമായ പരിശീലനം നൽകണമെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചതെന്നും അതിനെ തെറ്റിദ്ധരിപ്പിക്കേണ്ടെന്നും പിന്നീട് മന്ത്രി പറഞ്ഞു. അതിനാവശ്യമായ ട്രെയിനിങ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് നല്ല സിനിമകൾ ഉണ്ടാകണം. അപ്പോൾ നല്ല സിനിമ ട്രെയിനിങ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം ഇന്നൊരു സിനിമ എടുക്കണമെങ്കിൽ നല്ല പണം വേണം. അപ്പോൾ അതനുസരിച്ചാണ് ഗവൺമെൻറ് 1.5 കോടി കൊടുക്കുന്നത്. നമ്മളൊരു പാനലുണ്ട്, അവർ തരുന്ന കഥകൾ പരിശോധിക്കാൻ. ആ പരിശോധിച്ച് പാനലുകൾ നൽകുന്ന കഥകളാണ് അപ്രൂവ് ചെയ്യുന്നത്. ആ അപ്രൂവ് ചെയ്യുന്ന സിനിമകളെല്ലാം ഇപ്പോൾ 4 ഇറങ്ങിക്കഴിഞ്ഞു. അത് വളരെ വിജയകരമാണ്, നല്ല സിനിമകളാണ്. അതാണ് പറഞ്ഞത്. അതിന് തെറ്റിദ്ധരിപ്പിക്കുകയൊന്നും വേണ്ട. അതേസമയം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് തുരങ്കം വെക്കുന്ന നിലപാടാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്ന് സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ പുഷ്പവതി പൊയ്പ്പാടത്ത് പ്രതികരിച്ചു. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ട് തന്നെ പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. അത്തരത്തിലുള്ള ഒരു സമൂഹം ഉയർന്നു വരാൻ അതിനുള്ള നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോളിസി ഉണ്ടല്ലോ, അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ്, ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 2 ദിവസത്തെ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് പൊതുജനാഭിപ്രായം കൂടി തേടിയ ശേഷം 2 മാസത്തിനകം പുതിയ സിനിമാ നയം രൂപീകരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആടുജീവിതത്തിന് ദേശീയ അവാർഡ് ലഭിക്കേണ്ടതായിരുന്നുവെന്ന അഭിപ്രായം ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നതിൽ സന്തോഷമെന്ന് സംവിധായകൻ ബ്ലസ്സി. പുരസ്കാരത്തിനായി എൻട്രികൾ അയച്ചപ്പോൾ എല്ലാ വിഭാഗത്തിലും പുരസ്കാരം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. ഏതെങ്കിലും വിവാദം പുരസ്കാരം ലഭിക്കുന്നതിൽ തടസ്സമായോ എന്നറിയില്ലെന്നും ബ്ലസ്സി പറഞ്ഞു. ഈ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെയോ എൻ്റെയോ മാത്രം വിഷയമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഒരു അവാർഡിന് അയച്ച ഒരു സിനിമയ്ക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിലൊരു പരാതിയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറമായിട്ടുള്ള ചില വിഷമതകൾ ഉള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, എന്നെക്കാട്ടും കൂടുതൽ അതിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങളൊക്കെ. അപ്പോൾ അത് കുക്കു പരമേശ്വരനുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് വിവാദങ്ങൾ അമ്മയ്ക്കകത്ത് പരിഹരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് നടി പ്രിയങ്ക. കുക്കുവിന്റെ നേതൃത്വത്തിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ആ മെമ്മറി കാർഡ് തിരിച്ചു കിട്ടണമെന്നും കുക്കു മാറി നിൽക്കണമെന്ന് ആവശ്യമില്ലെന്നും പ്രിയങ്ക പറഞ്ഞു. മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പറഞ്ഞ് ഒഴിയുന്നതിനോട് താല്പര്യമില്ല. പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ സ്ത്രീകളെപ്പറ്റി ആശങ്കയുണ്ടെന്നും പ്രിയങ്ക പ്രതികരിച്ചു. പറയാൻ പോകുന്നത് മീറ്റുവിനെ കുറിച്ചാണ്.
നമ്മുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പറയുമ്പോൾ ഒരു ക്യാമറ അത് ക്യാച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി. ഞാനത് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുക്ക് തന്നെയാണ് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത്, ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ തെളിവിന് വേണ്ടിയിട്ടാണ്. ശരി, തെളിവിനിപ്പം അതില്ലാതെ നാളെ ഇത് പറഞ്ഞു ഇന്നാൾ പറഞ്ഞു ആദ്യം ചെയ്തത് എന്താണ്? ഫസ്റ്റ്ലി ഞങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ മാറ്റി വെക്കണം. ഒരാളുടെ ഫോണും കയ്യിലുണ്ടാവാൻ പാടില്ല. സത്യം പറഞ്ഞാൽ അതനുസരിച്ച് ആ സെയിം എല്ലാ മൊബൈലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരാളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. കാരണം സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യവുമായി മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുള്ള അതൃപ്തിയും കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയും ഗവർണറെ ധരിപ്പിച്ചു. പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാമെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിൽ പോരുമുറുകുന്ന സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചത്. രാവിലെ 8:30 ആരംഭിച്ച കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടു. മന്ത്രി ആർ ബിന്ദുവും പി രാജീവും ഗവർണറും മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാരായി സർക്കാർ നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്നുള്ളവരെ അംഗീകരിക്കണമെന്ന ആവശ്യം മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കങ്ങളും ഗവർണറെ ധരിപ്പിച്ചു. ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്ന് മന്ത്രിമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ചൂണ്ടിക്കാട്ടിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും താൽക്കാലിക VCമാരായി നിയമിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയത്. മറ്റു സർവകലാശാലകളിലും VCമാരെ നിയമിക്കാനുള്ള നീക്കത്തിലാണ് ഗവർണർ. ഇതിനായി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും മന്ത്രിതല തീരുമാനത്തിന് ശേഷം പോയാൽ മതിയെന്നായിരുന്നു സർക്കാർ നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിൻഡിക്കേറ്റിനെതിരെ നിലപാട് കടുപ്പിച്ച് VC. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും അധികാരമില്ലെന്ന് വ്യക്തമാക്കി നോട്ടീസ് പുറത്തിറക്കി. VCക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. അതേസമയം നോട്ടീസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കം. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റിനെതിരെ ശക്തമായ നടപടികളുമായി വൈസ് ചാൻസലർ രംഗത്ത്. സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VCക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നോട്ടീസ് പുറപ്പെടുവിച്ചത്. ജീവനക്കാരെ വിളിച്ചുവരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഫയലുകൾ വിളിച്ചുവരുത്താൻ പാടില്ലെന്നും നോട്ടീസിൽ പറയുന്നു. അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമേ അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ നൽകാനും പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ VCയുടെ അനുമതിയോടുകൂടി മാത്രം തീരുമാനമെടുക്കണം. അംഗങ്ങളുടെ സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ട എന്ന നിർദ്ദേശവും നോട്ടീസിലുണ്ട്. അത്തരത്തിൽ ഇടപെടലുകൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ VC അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. വൈസ് ചാൻസലറുടെ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് യോഗം അലങ്കോലപ്പെട്ടതിന് പിന്നാലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ മിനി കാപ്പൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. VCയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരാതി നൽകിയത്. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വൈസ് ചാൻസലർ കടുത്ത നിലപാടെടുത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് 5 ദിവസം തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള 6 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. മറ്റു ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ തമിഴ്നാടിനും മന്നാർ കടലിടുക്കിനു മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാലാണ് സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ കനക്കാൻ കാരണം. ഇന്നു മുതൽ 3 ദിവസം എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ശക്തമായ തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. അങ്കണവാടി ജീവനക്കാർ നേരിടുന്ന ജോലി സമ്മർദ്ദത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ച അങ്കണവാടി ജീവനക്കാരും ഹെൽപ്പർമാരും ജോലി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉത്തരവുകൾ നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം. വാർത്ത കാണാം. അങ്കണവാടികളിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഉപഭോക്താക്കളുടെ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം, പോഷൻ ട്രാക്ടർ, EKYC എന്നീ ഓൺലൈൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായ മൊബൈൽ, ടാബ്, ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുക, സ്പെഷ്യൽ ഡ്രൈവിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, സർക്കാർ ഉത്തരവുകൾ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, മിനിമം വേതനം വർദ്ധിപ്പിക്കുക, ഉത്സവ ഭത്ത 5000 രൂപയെ ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ പ്രതിഷേധം ശക്തമാക്കാൻ തയ്യാറെടുക്കുന്നത്. ജോലി ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നും തങ്ങൾക്ക് അടിസ്ഥാന ശമ്പളമായ 60:40 അനുപാതത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് വർദ്ധിപ്പിക്കണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന 3 പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന പഴയ സീനിയായിട്ടുള്ള ആൾക്കാർക്ക് 13,000 രൂപ, വർക്കറിനും ഹെൽപ്പറിന് 9,000 രൂപയും കിട്ടുന്നു. പുതിയതായിട്ട് കയറിയവർക്ക് 8,000-ഉം 12,500-ആണ് കിട്ടുന്നത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് 3 പ്രാവശ്യമായിട്ടാണ് കിട്ടുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കുന്നത്, പാലും മുട്ടയും വാങ്ങിക്കുന്നത്, അതുപോലെ വാടക കൊടുക്കുന്നവർ വാടക കൊടുക്കുന്നത്, കറണ്ട് ബില്ല് അടയ്ക്കണം, വാട്ടർ ബില്ല് അടയ്ക്കണം. ഇപ്പോൾ ഞങ്ങൾ കടവും കൂടെ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാസം ഇത് ഇത്രയും കൂടെ ചെയ്യാൻ പറ്റും. 10 വർഷത്തിന് മുകളിൽ സർവീസുള്ള ടീച്ചർമാർക്ക് 13,000 രൂപയും ഹെൽപ്പർമാർക്ക് 10,500 രൂപയുമാണ് നിലവിലെ ശമ്പളം. 10 വർഷത്തിന് മുകളിൽ സർവീസുള്ള ടീച്ചർമാർക്ക് 13,000 രൂപയും ഹെൽപ്പർമാർക്ക് 10,500 രൂപയുമാണ് നിലവിലെ ഓണറേറിയം. തങ്ങളെ ജീവനക്കാരായി അംഗീകരിച്ച് 21,000 രൂപ മിനിമം ശമ്പളം നൽകണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി ജീവനക്കാർ ചെലവഴിക്കുന്ന തുകയും സമയബന്ധിതമായി തിരികെ നൽകണമെന്നതും ഇവരുടെ ആവശ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടാത്ത പക്ഷം പ്രതിഷേധം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അങ്കണവാടി ജീവനക്കാരായതിനാൽ തങ്ങൾക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും സർക്കാർ നിഷേധിക്കുകയാണെന്ന് ജീവനക്കാർ പറയുന്നു. പ്രതികരണത്തിലേക്ക്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഗുണഭോക്താവിനെ നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ആ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഫേസ് ക്യാപ്ചറിങ് ചെയ്താൽ മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഡാറ്റാസ് ഒന്നും പോകാത്ത അവസ്ഥയിൽ ഫേസ് ക്യാപ്ചറിങ് നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആ ഗുണഭോക്താവിന് പൈസയും കിട്ടാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഗുണഭോക്താക്കളെല്ലാം തന്നെ തിരിയുന്നത് അംഗൻവാടി ടീച്ചർമാരുടെ പക്ഷത്തേക്കാണ്. പിന്നെ നേരം വെളുത്താൽ 9 മണി മുതൽ 3:30 വരെ ഞങ്ങൾ അംഗൻവാടിയിലും അതുപോലെ ഫീൽഡിലുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു പരിഗണന സർക്കാർ തരുന്നില്ല. തൊഴിലുറപ്പിന് പോയാൽ പോലും അല്ലെങ്കിൽ ഒരു വീട്ടുജോലിക്ക് പോയാൽ പോലും മാന്യമായ ഒരു ശമ്പളമുണ്ട്. പക്ഷേ അംഗൻവാടിക്കാർക്ക് അതില്ല. അംഗൻവാടിക്കാരുടെ വീടുകളിൽ അവരുടെ ഹസ്ബൻഡിന് ക്ഷേമ പെൻഷൻ പോലും എന്താണ് ഞങ്ങൾ അംഗൻവാടിക്കാരെന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കുന്നില്ല. ഈ 1,20,000 ഒരു വർഷം കിട്ടിയാൽ ഞങ്ങൾക്ക് ഒന്നിനും ഇല്ലെന്നാണ് ഞങ്ങൾക്ക് അറിയാവും. പക്ഷേ സർക്കാർ പറയുന്നത് അതെന്താണ്? പക്ഷേ ഞങ്ങൾ തൊഴിലാളികളോ അല്ല, ഞങ്ങൾ ഉദ്യോഗസ്ഥരും അല്ല. പക്ഷേ ഞങ്ങൾക്ക് എന്തില്ല, ഞങ്ങളുടെ വീട്ടിലുള്ള ഹസ്ബൻഡിന് ഞങ്ങളുടെ അംഗൻവാടി പ്രവർത്തക എന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്ക് ക്ഷേമ പെൻഷൻ പോലും നിഷേധിച്ചിരിക്കുകയാണ്. അല്ല, ഓണസമയം ആകുമ്പോഴേ ഞങ്ങൾ തുച്ഛമായിട്ടുള്ള 1,500 2,000 രൂപയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ ഒരുപാടൊന്നും ചോദിക്കും, ഞങ്ങളൊരു 5,000 രൂപ മാത്രമാണ് ഞങ്ങൾ ചോദിക്കുക. അതുപോലെ ഞങ്ങൾ ഓണറേറി എന്ന് പറയുന്ന ഓമന പേര് ഞങ്ങൾക്ക് മാറ്റിത്തരണം. ഞങ്ങളുടെ അതുപോലെ ഒരു സർക്കാർ ജീവനക്കാരായിട്ട് മാറ്റിത്തരണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ഞങ്ങൾ ജോലി ചെയ്യില്ല എന്ന് പറയുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ഓണറേറിയം നോക്കിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാത്രി 12 മണി വരെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതിനുള്ള ഒരു വേതനവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. വിവരങ്ങൾ നൽകാൻ രജിത് കുമാറുണ്ട്. രജിത്ത്, നേരത്തെയും ഈ സമാന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ 65,000-ഓളം വരുന്ന സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങുകയാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അശ്വതി, അംഗനവാടി ജീവനക്കാരും ഹെൽപ്പർമാരുമാണ് സമരവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം അവർ രംഗത്തേക്ക് വന്നിരുന്നു. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ആപ്പ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ ആപ്പാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. തങ്ങളുടെ കയ്യിലുള്ള ഫോണിലൂടെ ഈ ആപ്പ് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അതിനാവശ്യമായ ഇൻ്റർനെറ്റ് സൗകര്യവും ഫോണുകളും തങ്ങൾക്ക് നൽകണമെന്ന ആവശ്യമാണ് അവർ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, തങ്ങൾ നൽകുന്ന സേവനങ്ങൾക്ക് ആവശ്യമായ ശമ്പളം തങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഓണറേറിയമായി ലഭിക്കുന്നത് വളരെ തുച്ഛമായ തുകയാണ്. തങ്ങൾക്ക്
700 രൂപ ദിവസവേതനം ഉൾപ്പെടെ 21,000 രൂപ ഒരു മാസം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ രാവിലെ 9 മണി മുതൽ തുടർച്ചയായി രാത്രിയോളം തുടർന്നു വരുന്ന വർക്കാണ് തങ്ങൾ ചെയ്യുന്നത്. ജോലി ചെയ്യുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ല, കൃത്യമായി ഈ ശമ്പളം ലഭ്യമാക്കണം. കാരണം 3 തവണയായാണ് ഇവർക്ക് പലപ്പോഴും ശമ്പളം ലഭ്യമാക്കുന്നത്. ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ, ഒപ്പം തന്നെ ഓണറേറിയമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിലും തങ്ങൾക്ക് ഉത്സവബദ്ധ ഇപ്രാവശ്യം ഓണത്തിന് ഉത്സവബദ്ധ 5,000 രൂപ ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ പല ഉത്തരവുകളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ ഉത്തരവുകൾ ഉണ്ടെങ്കിൽ കൂടിയും അവയൊന്നും നടപ്പാക്കുന്നില്ല. കാരണം 250 മുതൽ 500 രൂപ വരെ കയ്യിൽ നിന്നെടുത്ത് ചെലവഴിക്കുന്നതിന് പ്രത്യേക ബില്ലുകൾ നൽകണം. എന്നാൽ സംസ്ഥാന സർക്കാർ അത് ബില്ലുകൾ നൽകേണ്ടതില്ല എന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും സംസ്ഥാന സർക്കാരിലെ തന്നെ ഉദ്യോഗസ്ഥർ എന്നാൽ ഇതിന് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ ഏറെ ബുദ്ധിമുട്ടിയാണ് തങ്ങൾ ഈ ജോലിയുമായി മുന്നോട്ട് പോകുന്നത്. ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിലും അതിനാവശ്യമായ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ തങ്ങൾക്ക് ഒരുക്കി നൽകണം എന്ന ആവശ്യം കൂടിയാണ് ഇവർ പറയുന്നത്. ഒപ്പം തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയും തങ്ങളെ ജീവനക്കാരായി സംസ്ഥാന സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന ആവശ്യം കൂടിയും ഇവർ മുന്നോട്ട് വെക്കുകയാണ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു രജത് കുമാർ. വാർത്തകൾ തുടരുന്നു. ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് വെള്ളിയാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തും. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലും വിവാദം. ബീഹാറിൽ നിന്നുമുള്ള 6.5 ലക്ഷം വോട്ടർമാരെ ഉൾപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ DMK കോൺഗ്രസ് സഖ്യം രംഗത്തെത്തി. ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം വോട്ടർമാരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം. ഇതിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ വെള്ളിയാഴ്ചത്തെ പ്രതിഷേധ മാർച്ച്. പാർലമെന്റിൽ നിന്നാണ് മാർച്ച് തുടങ്ങുക. ഒരുക്കങ്ങൾ വിലയിരുത്താൻ വ്യാഴാഴ്ച രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇന്ത്യ സഖ്യം യോഗം ചേരും. ജനാധിപത്യ വിരുദ്ധ നീക്കം നടത്തി ജനങ്ങളുടെ വോട്ടവകാശം എടുത്തു കളയാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. കരട് പട്ടികയിലേക്കുള്ള നിർദ്ദേശങ്ങളും ശുപാർശകളുമൊക്കെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ നൽകിയിരുന്നുവെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചില്ല. എന്തായാലും കരട് പട്ടിക പുറത്തുവന്നതോടെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള ചർച്ചകളിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്നോട്ടു പോയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെ ഒരു മാസം മുഴുവൻ കരട് വോട്ടർ പട്ടികയിലെ കൂട്ടിച്ചേർക്കലുകൾ, ഒഴിവാക്കലുകൾ, തിരുത്തലുകൾ എന്നിവ സംബന്ധിച്ച് ആക്ഷേപം സമർപ്പിക്കാം. മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷം സെപ്റ്റംബർ 30 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലും വിവാദം പുകയുകയാണ്. ബീഹാറിൽ നിന്നുള്ള 6.5 ലക്ഷം വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിനെതിരെ DMK കോൺഗ്രസ് കക്ഷികൾ രംഗത്തെത്തി. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതെന്ന് DMK ആരോപിച്ചു. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് സ്വന്തം സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം അട്ടിമറിക്കുന്നതായി P. ചിദംബരം MP കുറ്റപ്പെടുത്തി. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലുള്ള ബീഹാറുകാർ സ്ഥിരമായി മേൽവിലാസം മാറ്റിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് എങ്ങനെയെന്നും P. ചിദംബരം ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പള്ളികളിൽ ഇടയലേഖനവുമായി ഇരിങ്ങാലക്കുട രൂപത. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടില്ലെന്നും വിമർശനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാക്കുപാലിച്ചെന്ന ജോസഫ് പാംബ്ലാനിയുടെ പ്രസ്താവന തള്ളി ഇരിങ്ങാലക്കുട ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ രംഗത്ത് വന്നു. അതിരൂപതയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ വിശ്വാസികളെ പങ്കെടുപ്പിച്ച് ബഹുജന റാലിയും സംഘടിപ്പിച്ചു. ഇന്ന് രാവിലെ നടന്ന കുർബാനയിലാണ് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സർക്കാരിനുമെതിരായ ഇടയലേഖനം വായിച്ചത്. ജാമ്യം ലഭ്യമായാലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ടു പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമാണെന്നും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഛത്തീസ്ഗഡ് സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇടപെടാത്തത് നിരാശാജനകമാണെന്നും ഇടയലേഖനത്തിൽ പറഞ്ഞു. CBCI, KCBC, സീറോ മലബാർ സഭ എന്നിവരുടെ തലവന്മാർ ആശങ്കകൾ അറിയിച്ചിട്ടും പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരും മലയാളികളായ MP-മാരും രേഖപ്പെടുത്തിയിട്ടും പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടും മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മോചനത്തിന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും കേന്ദ്ര ഗവൺമെന്റോ ഛത്തീസ്ഗഡിലെ സർക്കാരോ എടുത്തിട്ടില്ല എന്നത് തീർത്തും നിരാശാജനകമാണ്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാക്കുപാലിച്ചു എന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയെ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ തള്ളി. സഭയുടെ നിലപാട് സഭാധ്യക്ഷന്മാരാണ് പറയേണ്ടതെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സഭയുടെ അഭിപ്രായമല്ലെന്നും പോളി കണ്ണൂക്കാടൻ പ്രതികരിച്ചു.
ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും വിധത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പരാമർശിച്ചാൽ അതുമാത്രമാണ് സഭയുടെ നിലപാട് എന്ന് ആരും കരുതരുത്. സഭയുടെ നിലപാട് എപ്പോഴും ഔദ്യോഗികമായിട്ട് അതിൻ്റെ തലപ്പത്തുള്ളവർ പ്രകടമാക്കാറുണ്ട്. അതിപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇരിങ്ങാലക്കുട രൂപതയുടെ തീരുമാനം. വൈകിട്ട് ചാലക്കുടിയിൽ വിശ്വാസികളെ പങ്കെടുപ്പിച്ച ബഹുജന റാലിയും സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സന്യാസികളെ അന്യായമായി അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KRL-CBC റിലീജിയസ് കമ്മീഷന്റെയും കൊല്ലം രൂപതയുടെയും ആഭിമുഖ്യത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളും വൈദികരും അണിനിരന്ന പ്രതിഷേധ റാലിയും പ്രതിഷേധ സമ്മേളനവും നടന്നു. ക്രൈസ്തവർക്കെതിരെ ഭാരതത്തിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു റാലി. അനീതികൾ ഏത് നിലയിലും ചെറുക്കുമെന്ന് പ്രതിഷേധ യോഗത്തിന് അധ്യക്ഷത വഹിച്ച കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു. ഭാരതത്തിൽ ഇപ്പോഴുണ്ടാകുന്ന ക്രൈസ്തവ വേട്ടകൾ ഒറ്റപ്പെട്ടതല്ലെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത കൊല്ലം MP NK പ്രേമചന്ദ്രനും വ്യക്തമാക്കി. BJP നേതൃത്വത്തെ വിമർശിച്ച് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. നമുക്കിനി പോലീസും കോടതിയും വേണ്ട. വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കും ആര് കുറ്റവാളിയാണ് ആരല്ല എന്ന്. ഇതാണ് സ്വാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിന് പിന്നാലെയാണ് സ്വാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കായിക വാർത്തകൾ നോക്കാം. ഓവൽ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് ജയത്തിലേക്ക് 374 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് ഇപ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എന്ന നിലയിലാണ്. ജയിക്കാൻ ഇനി 35 റൺസാണ് ഇംഗ്ലണ്ടിന് വേണ്ടത്. ഹാരി ബ്രോക്കിന്റെയും ജോ റൂട്ടിന്റെയും സെഞ്ചുറികളാണ് ഇംഗ്ലണ്ടിന് തുണയായത്. ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് 396 റൺസിന് അവസാനിച്ചിരുന്നു. യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി നേടി. 5 ടെസ്റ്റുകളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 3-1 മുൻപിലാണ്. മഴ മൂലം കളി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി ഈ വർഷം കേരളത്തിൽ എത്തില്ല. മെസ്സിയുടെ സന്ദർശന സാധ്യത മങ്ങിയതായി കായികമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. മെസ്സിയുമായുള്ള കരാറിന്റെ ആദ്യ ഗഡു നേരത്തെ നൽകിയിരുന്നു. ചർച്ചകൾ തുടരുകയാണെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഒക്ടോബറിൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു മന്ത്രി V അബ്ദുറഹ്മാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം ടീമിന്റെ ഡിസംബറിലെ ഇന്ത്യ സന്ദർശന ഷെഡ്യൂളിൽ കേരളം ഉൾപ്പെടുത്തിയിട്ടില്ല. കൊൽക്കത്ത, അഹമ്മദാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിലാണ് മെസ്സി പങ്കെടുക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് മെസ്സി ഇന്ത്യയിലെത്തുന്നത്. 2011 കൊൽക്കത്തയിൽ അർജന്റീന വെനസ്വേല സൗഹൃദ മത്സരം നടന്നിരുന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടത്തുന്നതിനെതിരെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം രംഗത്ത്. സെപ്റ്റംബർ 9 മുതൽ 28 വരെ UAEയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ പാക് പോരാട്ടം 14 ദുബായിലാണ്. സൂപ്പർ 4-ൽ ഇന്ത്യയും പാകിസ്ഥാനും കടന്നാൽ ഇരു ടീമുകളും 21 മുഖാമുഖമെത്തും. അതേസമയം പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും പിന്നാലെ പാകിസ്ഥാനുമായി യുദ്ധസമാന സാഹചര്യത്തിലെത്തിയ ശേഷം അവരുമായി ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്നുവെന്ന് ഉദ്ധവ് താക്കറെ വിഭാഗം MP പ്രിയങ്ക ചതുർവേദി ആരോപിച്ചു. ഓഗസ്റ്റ് 18 മുതൽ 23 വരെ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഇന്റർ കോണ്ടിനൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോളിൽ പങ്കെടുക്കുന്ന വനിതാ ടീമിൽ ഉൾപ്പെട്ട 5 പേർക്ക് യാത്രയയപ്പ് നൽകി. ഭിന്നശേഷി കുട്ടികളുടെ ഉൾച്ചേരലും ശാരീരികവും മാനസികവുമായ വളർച്ചയും ലക്ഷ്യമാക്കി സമഗ്ര ശിക്ഷ കോഴിക്കോടും CPSAKയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രത്യേക സ്പോർട്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിലൂടെയാണ് കുട്ടികൾക്ക് ഈ നേട്ടം സാധ്യമായത്. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സെറിബ്രൽ പാൾസി ഉൾപ്പെടെയുള്ള പരിമിതികൾ അനുഭവിക്കുന്ന 150 ഭിന്നശേഷി കുട്ടികൾക്കാണ് വിവിധ ഇനങ്ങളിൽ പരിശീലനം നൽകി വരുന്നത്. പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന തുടർച്ചയായ പരിശീലനത്തിലൂടെ നടക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന കുട്ടികൾ ഓടുകയും കളിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായെന്ന് പരിശീലക ഗിരിജ പറയുന്നു. ഇവർക്ക് ഓൾറെഡി ശാരീരികമായിട്ട് കുറേ കോർഡിനേഷൻ പ്രോബ്ലംസ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതിനെയൊക്കെ ഒരു പരിധി വരെ മറികടക്കാൻ അവർ കുറേ സ്റ്റിഗ്മാസ് ഉണ്ട്. അത് ഓൾറെഡി അവരൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അതിന്റെ ആ ഒരു സ്റ്റിഗ്മയും കൂടെ ആകുമ്പോൾ ഇവർ കൂടുതൽ അവരുടെ ഡിസബിലിറ്റി കൂടുതൽ ഉള്ളിലേക്ക് വലിയാനാണ് അവർക്ക് താല്പര്യം. പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ഈ കുട്ടികൾ ഇറങ്ങിക്കഴിയുമ്പം ഇവരുടെ മുന്നോട്ടുള്ള വരവെന്ന് പറയുന്നത് അവിശ്വസനീയമായ മാറ്റമാണ് ഇവർക്ക് സംഭവിക്കുന്നത്. സമഗ്ര ശിക്ഷ കോഴിക്കോടും CPSAKയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രത്യേക സ്പോർട്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിലൂടെ തെരഞ്ഞെടുത്ത 5 വനിതാ താരങ്ങളാണ്
ഓഗസ്റ്റ് 18 മുതൽ 23 വരെ ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോളിൽ പങ്കെടുക്കുന്നത്. റിയ കോശി, നിയ ഫാത്തിമ, ആര്യ ശ്രീദേവി നായൻ, അവന്തിക വിനോദ്, വ്രജസൂര്യ, പരിശീലക ഗിരിജകുമാരി എന്നിവരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. ഞാൻ ഒരുപാട് അതൊന്ന് ക്യാമ്പിലേക്ക് ഏത് പൊസിഷനിലാണ് കളിക്കുന്നത്? CPSA സജ്ജീകരിച്ചിരിക്കുന്ന സിസ്റ്റമാറ്റിക് പാത്വേ മോഡൽ മുഖേന കഴിവുള്ള കുട്ടികളെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുക്കവും പുരോഗമിക്കുകയാണ്. ടീം പ്രഖ്യാപനത്തിനും യാത്രയയപ്പിനുമായി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും എത്തിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.